ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും ജാനകി ദേവിയുടെയും വിവാഹ വിശേഷങ്ങളാണ്. 4 കുമാരന്മാരും 4 കുമാരിമാരും അവര് വിവാഹിതരായി. അതിനുശേഷം അവര് അയോധ്യയിലേക്ക് തിരിച്ചു പോകുന്ന സമയമാണ്. ഈ സമയത്ത് മിഥിലയിൽ വലിയ വാദ്യഘോഷങ്ങളൊക്കെ ഉണ്ടായി. ഈ ശബ്ദ കോലാഹലങ്ങൾ പരശുരാമൻ കേൾക്കുന്നു. പരശുരാമന് ഈ കോലാഹലങ്ങൾ കേട്ടപ്പോൾ ജാനകിയുടെ വിവാഹം കഴിഞ്ഞുവോ എന്ന ഒരു സംശയമുണ്ടായി. അങ്ങനെയാണെങ്കിൽ താൻ കൊണ്ടുചെന്ന് വെച്ച വില്ല് ആരോ ഒടിച്ചിരിക്കുന്നു, അതാരായിരിക്കും എന്ന ഒരു തോന്നൽ പരശുരാമൻ ഉണ്ടാകുന്നു. അങ്ങനെ അത് അന്വേഷിക്കുന്നതിനായിട്ട് പരശുരാമൻ വരികയാണ്. അല്പം ദേഷ്യത്തോടു കൂടിയാണ് വരുന്നത്. അങ്ങനെ പരശുരാമൻ വരുന്ന വഴിക്കാണ് ഘോഷയാത്രയോടുകൂടി 4 കുമാരന്മാരും മറ്റുള്ള ഭടന്മാരും മഹർഷിമാരും ദശരഥ മഹാരാജാവും കുമാരന്മാരുടെ പത്നിമാരും എല്ലാവരും യാത്ര ചെയ്യുന്നത്. വലിയ ഘോഷയാത്രയായിട്ടാണ് അയോധ്യയിലേക്ക് അവര് പോകുന്നത്. അതായത് വരന്റെ ആളുകൾ. വഴി തടഞ്ഞുകൊണ്ട് അവിടെ ആര് നിൽക്കുന്നു? ഒരു മഴുവും ഒക്കെ പിടിച്ചുകൊണ്ട് പരശുരാമൻ അങ്ങനെ നിൽക്കുകയാണ്. നിൽക്കൂ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്നു. അതോടുകൂടി ആ ഒരു ഘോഷയാത്ര അവിടെ നിൽക്കുന്നു. ദശരഥ മഹാരാജാവ് രഥത്തിൽ നിന്നും ഇറങ്ങി പരശുരാമനെ വന്ദിക്കുന്നു. അപ്പോൾ ദശരഥനോട് പരശുരാമൻ ചോദിക്കുകയാണ്, ജാനകിയുടെ വിവാഹം കഴിഞ്ഞുവോ? ആരാണ് വിവാഹം കഴിച്ചത്? ഇങ്ങനെ ചോദിക്കുന്നു. ഉടനെ ദശരഥൻ പറയുകയാണ്, എൻ്റെ മകൻ രാമനാണ് സീതയെ വിവാഹം കഴിച്ചത് എന്ന് പറയുന്നു. രാമൻ എന്ന പേര് കേട്ടപ്പോൾ പരശുരാമന് കോപം വർദ്ധിച്ചു. ആഹാ, താങ്കളുടെ മകന് എൻ്റെ പേര് തന്നെ ഇട്ടുവോ? എന്നിട്ട് അവൻ തന്നെ എൻ്റെ ഗുരു നൽകിയ വില്ല് ഒടിച്ചുവോ എന്ന് ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നു. അങ്ങനെ എൻ്റെ ഗുരു നൽകിയ വില്ല് ഒടിച്ചവനെ ഞാൻ തീർച്ചയായിട്ടും വധിക്കും എന്ന നിലയിൽ പരശുരാമൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി പരശുരാമനെ വന്ദിക്കുന്നു. രാമനോട് പരശുരാമൻ കയർക്കുകയാണ്. എൻ്റെ ഗുരുവിൻ്റെ വില്ല് നീ ഒടിച്ചു, അത് തെറ്റ്. നീ അത്ര കേമനാണെങ്കിൽ ഞാൻ തരുന്ന വില്ല് നീ ഒന്ന് കുലയ്ക്കൂ, കാണട്ടെ നിന്റെ സാമർഥ്യം എന്ന നിലയിൽ രാമനോട് പരശുരാമൻ പറയുന്നു. സീതയ്ക്ക് ഭയമായി. രാമൻ പരശുരാമന്റെ കയ്യിൽ നിന്നും വില്ല് വാങ്ങുന്നു. എന്നിട്ട് എല്ലാവരെയും ഒന്ന് നോക്കുന്നു. ആ സമയത്ത് ലക്ഷ്മണൻ രാമനോട്, ജ്യേഷ്ഠ വില്ല് കുലയ്ക്കൂ, എല്ലാവരുടെയും ഭയം ഇല്ലാതാക്കൂ എന്ന് പറയുന്നു. അപ്പോൾ രാമൻ പറയുകയാണ്, ഞാൻ വില്ല് കുലയ്ക്കാം, പക്ഷേ ഒരു ബാണം അത് തരണം എന്ന് പറയുന്നു. വെറുതെ കുലയ്ക്കാൻ പറ്റില്ല, ബാണം കൂടി തരണം എന്ന നിലയിൽ പറയുന്നു. ആ സമയത്ത് പരശുരാമന് ഒരു കുബുദ്ധി തോന്നുകയാണ്. പരശുരാമൻ രാമന്റെ കയ്യിലേക്ക് ഒരു ബാണം നൽകുന്നു. ആ സമയത്ത് രാമൻ, അതായത് ശ്രീരാമചന്ദ്രൻ, ആ ബാണത്തിനോടൊപ്പം പരശുരാമന്റെ തേജസ് ആകെയും നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതോടുകൂടി തേജസ് നഷ്ടപ്പെട്ട് നിഷ്പ്രഭനായി പരശുരാമൻ അവിടെ നിൽക്കുന്നു. അതിനുശേഷം രാമൻ വില്ല് കുലയ്ക്കുന്നു. വില്ല് കുലച്ച് ഞാണൊലി ഇടുന്നു. അതിഭയങ്കരമായ ശബ്ദം. പാതാളത്തിൽ വാസുകിയും ദേവലോകത്ത് ദേവന്മാരും അങ്ങനെ 3 ലോകവും വിറച്ചു ആ ശബ്ദം കേട്ടിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ തൻ്റെ തേജസ് മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. താൻ കൊടുത്ത വില്ല് വലിയ ശബ്ദത്തോടു കൂടി രാമൻ കുലയ്ക്കുകയും ചെയ്തു. അതോടുകൂടി പരശുരാമന്
യാഥാർത്ഥ്യം മനസ്സിലായി. അതായത് രാമൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന് പരശുരാമൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പരശുരാമനോട് പറയുകയാണ്, അല്ലയോ മഹാമുനി, അങ്ങ് ബ്രാഹ്മണനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയെ വധിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ വില്ലു കുലച്ചു കഴിഞ്ഞു. എൻ്റെ ബാണം വെറുതെ ആകാൻ പാടില്ല. ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴി അതടയ്ക്കണോ അതോ പാതാള ലോകത്തെ ഉപരോധിക്കണമോ? ഇങ്ങനെ രാമൻ ചോദിക്കുന്നു. അത് കേട്ടതും പരശുരാമൻ അങ്ങയുടെ ആജ്ഞ പോലെ എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഞാൻ അവിടുത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സാക്ഷാൽ നാരായണനാണ് അങ്ങ്. ധർമ്മത്തിലൂടെയാണ് ഒരുവൻ സ്വർഗത്തിലെത്തേണ്ടത്. അതുകൊണ്ട് എൻ്റെ സ്വർഗപദം അതങ്ങ് ഉപരോധിച്ചോളൂ എന്ന് പറയുന്നു. അങ്ങനെ പരശുരാമന്റെ ആവശ്യപ്രകാരം രാമൻ ഒരു ബാണം അയക്കുന്നു. അങ്ങനെ പരശുരാമന്റെ സ്വർഗപദം അങ്ങനെ അവിടെ ഉപരോധിക്കുകയാണ്. പരശുരാമൻ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നു. എന്നിട്ട് പിന്നീട് പരശുരാമൻ തപസ്സിനായിട്ട് പോവുകയും ചെയ്തു. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ നിൽക്കുകയായിരുന്നു ദശരഥൻ. അങ്ങനെ എല്ലാം മംഗളകരമായി അവസാനിച്ചത് കണ്ട് ദശരഥന് വലിയ സന്തോഷമായി. അദ്ദേഹം മകനെ എന്ന് വിളിച്ചുകൊണ്ട് രാമനെ ആലിംഗനം ചെയ്ത് ലക്ഷം ലക്ഷം ചുംബനങ്ങൾ നൽകുന്നു. രാജാവ് അതിനുശേഷം വസിഷ്ഠ മഹർഷിയോട് പറയുകയാണ്, മഹർഷി ഇനി വൈകണ്ട, നമുക്ക് പോകാം എന്ന് പറയുന്നു. അങ്ങനെ രാമൻ പല്ലക്കിൽ കയറുന്നു. വിവാഹ ഘോഷയാത്ര അങ്ങനെ അയോധ്യയിലേക്ക് വേഗത്തിൽ നീങ്ങിത്തുടങ്ങി. രാമൻ സിദ്ധാശ്രമം സന്ദർശിക്കുന്നു. മുനിവരന്മാരെ നമസ്കരിക്കുന്നു. മുനിപത്നിമാർ ശ്രീരാമനെയും സീതാദേവിയെയും കാണാനായിട്ട് വരുന്നു. എല്ലാവർക്കും സന്തോഷമാകുന്നു. അങ്ങനെ പിന്നീട് എല്ലാവരും ഘോഷയാത്രയായി ആനന്ദിച്ച് എവിടെ എത്തിച്ചേരുന്നു? അയോധ്യയിൽ എത്തിച്ചേരുന്നു. 4 കുമാരന്മാരും 4 കുമാരിമാരും. അയോധ്യയിലെ നഗരവാസികൾ അവരെ സ്വീകരിക്കുന്നു. അയോധ്യ നഗരം മുഴുവൻ അണിഞ്ഞൊരുങ്ങി. എല്ലാ വീടുകളും അണിഞ്ഞൊരുങ്ങി. കൊടിക്കൂറകൾ തൂക്കി. ഓരോ വീടും ആ വീട്ടിൽ വിവാഹം നടന്നതുപോലെ അലങ്കരിച്ചു. പിന്നീട് 4 കുമാരന്മാരും 4 കുമാരിമാരും അമ്മമാരെ നമസ്കരിക്കുന്നു. രാമന് ധാരാളം ഉപഹാരങ്ങൾ കിട്ടുന്നു. സീതാദേവിക്കും ധാരാളം സമ്മാനങ്ങൾ കിട്ടുന്നു. പക്ഷേ മഹാലക്ഷ്മിയായ ദേവിക്ക് ഒന്നിലും യാതൊരു കൗതുകവും തോന്നിയില്ല. ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും റാണിമാരുടെ അമ്മമാരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ചിരഞ്ജീവിയാകട്ടെ, സൽപുത്രന്മാർ ഉണ്ടാകട്ടെ എന്ന് അവര് അനുഗ്രഹിക്കുന്നു. സമ്പത്തുകൾ ലഭിക്കട്ടെ എന്ന് അമ്മമാർ ആശീർവദിക്കുന്നു. 4 പുത്രന്മാരെയും പുത്രവധുക്കളെയും കണ്ട് അവര് ആനന്ദിക്കുന്നു. അങ്ങനെ സാക്ഷാൽ നാരായണനും മഹാലക്ഷ്മിയും അയോധ്യയിലേക്ക് എത്തിച്ചേർന്നു. ഹരേ കൃഷ്ണ. ഇതോടുകൂടി രാമായണത്തിലെ ആദ്യ ഭാഗം, അതായത് ബാലകാന്ഡം സമാപിക്കുന്നു. അയോധ്യാകാന്ഡം നാളെ നമുക്ക് പറയാം. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകവും പിന്നീട് അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളുമൊക്കെയാണ് അയോധ്യാകാന്ഡത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും എല്ലാ ദിവസവും മാധവത്തിന്റെ കൂടെ ഇരുന്ന് ഭഗവാന്റെ കൂടെ, സീതാദേവിയുടെ കൂടെ സഞ്ചരിക്കണം. മഹാഭാഗ്യം ഉള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ ജീവിതത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുവാൻ
സാധിക്കുകയുള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.